കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അവിടുത്തെ വിശേഷങ്ങളെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് 100 കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ ചേരുകയും അവർക്കെല്ലാം നല്ലൊരു കരിയർ സെറ്റാക്കാനും സാധിച്ചു. ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും +2-ൻ്റെയും ഡിഗ്രിയുടെയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ +2 കഴിഞ്ഞവർക്കും ഡിഗ്രി പാസ്സായവർക്കും എല്ലാം തന്നെ പഠിക്കാൻ കഴിയുന്നതും അതുപോലെ മികച്ച ജോലി സാധ്യതയും ഉയർന്ന ശമ്പളവുമൊക്കെയുള്ള വിവിധ കോഴ്സുകൾ പഠിപ്പിക്കുന്ന നമ്മുടെ കൊട്ടാരക്കരയിലെ റെസിഡൻഷ്യൽ ക്യാമ്പസായിട്ടുള്ള IIT പ്രൊഫഷണൽ ക്യാമ്പസ്, അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്ക്. ഒരു ഭാഗ്യവാന് ഞാനൊരു മൊബൈൽ സമ്മാനമായിട്ട് തരും. അപ്പോൾ എന്തൊക്കെയാണ് IITയിലെ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് IIT പ്രൊഫഷണൽ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 20 വർഷം പൂർത്തിയായിട്ട്. അടിപൊളി. അതുകൂടാതെ ഞങ്ങൾ ഇതുവരെയും ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് അക്കൗണ്ടൻസി 2 പ്രൊഫഷണൽ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വർഷം മുതൽ ACCA, CMA, USA തുടങ്ങിയ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള 2 കോഴ്സുകളോടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ ACCA? 1904 ലണ്ടൻ ആസ്ഥാനമായി രൂപീകൃതമായ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് ബോഡിയാണ് ACCA കോഴ്സ് നടത്തുന്നത്. അപ്പോൾ ഇതും +2 അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചവർക്ക് ചേരാൻ പറ്റുന്ന കോഴ്സാണോ? ഗ്ലോബൽ റെക്കഗ്നേഷനുള്ള ACCA കോഴ്സ് +2-ന് ശേഷം 3 ലെവലുകളായിട്ട് 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ACCA അഫിലിയേറ്റഡ് ആവുകയും അതിനോടൊപ്പം തന്നെ 3 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് EPSM മൊഡ്യൂൾ ഇതോടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് ACCA മെമ്പർ ആവുകയും ചെയ്യാം. അപ്പോൾ ഇതിന്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്? 180-ലധികം രാജ്യങ്ങൾ ACCA കോഴ്സ് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം ACCA ക്വാളിഫൈഡ് ആവുന്നവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബിഗ് 4 കമ്പനീസിലും മൾട്ടിനാഷണൽ കമ്പനീസിലും നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് ACCA ക്വാളിഫൈഡ് ആവുന്ന ആൾക്കാർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ CMA US കോഴ്സ് അതെങ്ങനെയാണ്? CMA ഇന്ത്യക്ക് തുല്യമായി 1919-ൽ അമേരിക്കൻ രൂപീകൃതമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് ആണ് CMA USA കോഴ്സ് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. 180-ൽ പരം രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് കോഴ്സാണ് CMA US. ഇത് ആർക്കൊക്കെ പഠിക്കാം? +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും CMA USA കോഴ്സ് ചൂസ് ചെയ്യാൻ കഴിയും. +2-ന് ശേഷമാണ് CMA USA കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ഇയർ കൊണ്ട് 2 പാർട്ടായിട്ടാണ് എക്സാംസ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും അംഗീകൃത യൂണിവേഴ്സിറ്റി ഡിഗ്രിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ IMA മെമ്പർഷിപ്പ് കിട്ടത്തുള്ളൂ. CMA US പഠിച്ചാൽ ഇന്ത്യയിൽ ജോലി സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരുടെയും ഡൗട്ടാണ് CMA USA കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്നുള്ള കാര്യം. CMA USA കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ധാരാളം തൊഴിലവസരങ്ങളാണ് ഇന്ത്യയിൽ കിട്ടുന്നത്. MNCs, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവിടങ്ങളിലെല്ലാം അവർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, റിസ്ക് മാനേജർ, അതേപോലെ കോസ്റ്റ് അക്കൗണ്ടന്റ്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നീ ലെവലുകളിലാണ് CMA USA കോഴ്സിന് ശേഷം ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് IIT പ്രൊഫഷണൽ ക്യാമ്പസിന്റെ ഡയറക്ടർ മാനുവൽ സാറിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ IIT 20 വർഷം പൂർത്തീകരിച്ചേക്കാണല്ലോ സാറേ? അതെ. അപ്പോൾ ഇത് എങ്ങനെ സാറ് നോക്കിക്കാണുന്നു ഈ 20 വർഷങ്ങൾ? 20 വർഷം ഭയങ്കര സന്തോഷമുള്ള 20 വർഷങ്ങളാണ്. കാരണം 2005-ലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2025 വന്ന് നിൽക്കുന്നു. ഓക്കെ, 25 വർഷം, ആദ്യത്തെ 5 വർഷം വളരെ കൂടുതൽ എഫേർട്ട് ഇട്ടു. ആ എഫേർട്ടിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെ റിസൾട്ട് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടികൾ അന്നത്തെയും ഇന്നത്തെയും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്നു. അന്ന് ഞങ്ങളെടുത്ത എഫേർട്ട് എന്താണോ അത് തന്നെ ഇപ്പോഴും എടുക്കുന്നു. അന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന റിസൾട്ട് എന്താണോ അതിനേക്കാൾ മികച്ച രീതിയിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളും അതുപോലെ മികച്ച കുട്ടികളാണ്. ഓരോ വർഷം കഴിയുന്തോറും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മികച്ച കുട്ടികളാണ്. ആദ്യമൊക്കെ 2005-ലൊക്കെ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ട്സി എന്താണെന്നോ കോസ്റ്റ് അക്കൗണ്ട്സി എന്താണെന്നോ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളവിടെ പല സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്ത് എന്താണിത്, കോഴ്സ് എന്താണെന്നൊക്കെ കാര്യങ്ങൾ, ഈ ഫീൽഡ് എന്താണെന്നൊക്കെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് വേണമായിരുന്നു കൊണ്ടുവരാൻ. പക്ഷേ ഇന്നതല്ല. എവിടെ നോക്കിയാലും CAയുടെ പരസ്യങ്ങളും ചാർട്ടേഡ് അക്കൗണ്ട്സി എന്താണെന്ന് എൻ്റെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു സയൻസ് പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ പോലും ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് ചാർട്ടേഡ് അക്കൗണ്ട്സി ഉണ്ട്. പിന്നെ അന്നും ഇന്നും ഫേസ് ചെയ്തൊരു പ്രശ്നം ഇതിനെ വളരെ ടഫായിട്ടൊരു കോഴ്സാണെന്ന് പല രീതിയിൽ അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് കൊണ്ട് ഒരു ഭയം ഇത് എടുക്കാൻ വരുന്ന കുട്ടികൾക്കുണ്ട്. എടുത്തു കഴിയുമ്പോൾ അതെല്ലാം മാറുന്നുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ ചാർട്ടേഡ് അക്കൗണ്ട്സി, കോസ്റ്റ് അക്കൗണ്ട്സി പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം ഞങ്ങളുടെ റിസൾട്ട് ഓരോ വർഷം കഴിയുന്നവരും മികച്ചായി നിങ്ങൾക്ക് കയറി അതപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഒരു ഏറ്റവും വലിയ പബ്ലിസിറ്റിയാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നമ്മളവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ഈ TV ചാനലുകൾ തുറന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലായാലും മുഴുവനും കോമേഴ്സ് കോഴ്സുകളുടെ പരസ്യങ്ങളുടെ ബഹളമാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു കോഴ്സിന് ഇത്രമാത്രം സാധ്യതകളുണ്ടോ? സാധ്യതയുണ്ട്. ഒരു മികച്ച ചോദ്യമാണ്.
പരസ്യവും റിയാലിറ്റിയും രണ്ടും രണ്ടാണ്. പരസ്യത്തിലൂടെ മാത്രം ഒരിക്കലും ഒരു സ്ഥാപനത്തിന് മുന്നേറാൻ പറ്റില്ല. കാരണം റിസൾട്ട് എന്ന് പറഞ്ഞൊരു വലിയ ഫാക്ടറുണ്ട്. ഔട്ട്പുട്ട് ഉണ്ടായില്ലെങ്കിൽ പിന്നെ എത്ര പരസ്യം കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പോൾ ഏറ്റവും വലിയ പരസ്യം അപ്പോൾ എന്താണ്? റിസൾട്ടാണ്. ഞങ്ങൾ റിസൾട്ടാണ് ഞങ്ങൾ ഏറ്റവും വലിയ പബ്ലിസിറ്റി. അതുവഴിയാണ് ഞങ്ങളുടെ അഡ്മിഷൻസ് ഫുള്ള് വരുന്നത്. പിന്നെ ഇത് TV ചാനൽ എവിടെ നോക്കിയാലും നമുക്ക് പരസ്യങ്ങളുള്ളത്. വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴ്സിനെ പറ്റി എല്ലാവർക്കും ഒരു അവയർനെസ് കിട്ടുന്നുണ്ട്. പണ്ട് ചാർട്ടേഡ് അക്കൗണ്ട്സി എന്താണെന്ന് അറിയാതെ, ചാർട്ടേഡ് അക്കൗണ്ട്സിയോ കോസ്റ്റ് അക്കൗണ്ട്സിയോ എന്താണെന്ന് അറിയാതെ കുട്ടികളും പേരൻസും വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടാണ് വരിക. അത് നമുക്കും കുറച്ച് ഈസിയാണ്. അറിയാത്ത ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും അറിഞ്ഞു വരുന്നവരെ കുറച്ചും കൂടി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ട്. അത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയാണ്. ഇതിന് അത്ര സ്കോപ്പ് ഉണ്ടോ? എവിടെ നോക്കിയാലും ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സി, കോസ്റ്റ് അക്കൗണ്ട്സി കോഴ്സുകളുടെ പരസ്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു ഈ ഫീൽഡിലേക്ക്. അപ്പോൾ ഇത്രയും അധികം സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്കോപ്പ് ഉണ്ട്. കാരണം ബിസിനസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭാസത്തിലേക്കാണ് ഈ കോഴ്സുകൾ വരുന്നത്. ഓക്കെ, ബിസിനസ് നിലനിൽക്കുന്ന ഓരോ ദിവസം കഴിയുന്തോറും ബിസിനസ്സുകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു, ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ബിസിനസ് വളരുന്നതനുസരിച്ച് ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെയും കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെയും എണ്ണം ക്രമാതീതമായി വേണം കൂടുതൽ. അത് ഇന്ത്യയിൽ നിന്നല്ല, ത്രൂ ഔട്ട് ദി വേൾഡ്, ലോകം മുഴുവനും ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെയും കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെയും സേവനം വളരെ ആവശ്യമാണ്. അത് എനിക്ക് തോന്നുന്നു ഇനി എത്ര ആൾക്കാർ വന്നാലും ഈ ഫീൽഡിൽ അത് സഫിഷ്യൻ്റ് ആവില്ല. കാരണം ബിസിനസ് നിലനിൽക്കണമെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ ആൾ വേണം. ബിസിനസ്സുകാർക്ക് ബിസിനസ് ചെയ്യാനേ അറിയൂ. അവരെ ഗൈഡ് ചെയ്യേണ്ടത് എപ്പോഴും ടോപ്പ് ലെവൽ അക്കൗണ്ടൻസായ ചാർട്ടേഡ് അക്കൗണ്ട്സും കോസ്റ്റ് അക്കൗണ്ട്സും ആണ്. അത് എത്ര ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വന്നാലും അത് ഈ ബിസിനസ് എന്ന് പറയുന്ന ഈ വലിയ ലോകത്ത് അത് സഫിഷ്യൻ്റ് ആവുന്നില്ല. അപ്പോൾ സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ധാരാളം സ്കോപ്പ് ഇതിന് ഉണ്ട്. പല രീതിയിൽ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ബിസിനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള ഗൈഡൻസ്, എന്തൊക്കെയാണ് അവരുടെ റോളും മാറി മാറി വരുന്നുണ്ട്. സോ എത്ര ആൾക്കാർ വന്നാലും ഈ ഫീൽഡിന് മതിയാവില്ലെന്ന് തന്നെയാണ്, അത് തന്നെയാണ് സത്യം. ഇപ്പോൾ സാറ് IIT തുടങ്ങിയിട്ട് ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ 20 വർഷം കൊണ്ട് എത്ര ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ട്സ് ഇവിടെ നിന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്? വളരെ സന്തോഷമേറിയ ഒരു ചോദ്യമാണ് നിങ്ങളിപ്പോൾ ചോദിച്ചത്. കാരണം 20 വർഷത്തെ ഞങ്ങളുടെ ഒരു എഫേർട്ടിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന അത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സന്തോഷം. വ്യക്തമായ കണക്കുകളൊന്നും സൂക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ഫസ്റ്റ് ചാൻസിൽ പാസ്സാവുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ചില റിസൾട്ട് നമ്മൾ അറിയാതെ പോകുന്നതുകൊണ്ട് എന്തായാലും ഒരു 1500-ന് മുകളിൽ ചാർട്ടേഡ് അക്കൗണ്ട്സും ഒരു 3000-ന് മുകളിൽ കോസ്റ്റ് അക്കൗണ്ട്സും നമ്മൾക്ക് അറിവുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റർ ഉള്ളതുണ്ട്. ഇതിൽ കൂടുതലാവാനാണ് ചാൻസ്. ഇത് ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനം തരുന്ന കാര്യമല്ലേ? 20 വർഷത്തെ ഞങ്ങളുടെ എഫേർട്ടിൽ 1500-ഓളം ചാർട്ടേഡ് അക്കൗണ്ടൻസും 3000-ഓളം കോസ്റ്റ് അക്കൗണ്ടൻസും ഇന്ത്യയിലും വിദേശത്തുമായി ജോലി ചെയ്യുന്ന, ഏറ്റവും നല്ല നിലയിൽ ജീവിക്കുന്നു എന്നറിയുന്നതിൽ ഇനി ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയണം. അപ്പം ഇൻ്റർമീഡിയറ്റ് പാസ്സായിട്ട് ഫൈനലി ക്ലിയർ ചെയ്യാത്ത ഇതിലധികം ഉണ്ട്. അപ്പോൾ അവരും ജീവിക്കുന്നത് വളരെ വലിയ നിലയിലാണ്. ഇൻ്റർമീഡിയറ്റ് പാസ്സായിട്ട് ഫൈനലി പാസ്സാവാതെ ഒരു വർഷം 15 lakhs 15 to 20 lakhs-ന് മേൽ സാലറി വാങ്ങുന്ന 100 കണക്കിന് കുട്ടികൾ നമുക്കുണ്ട്. ആനുവൽ പാക്കേജ്. അതായത് ഇൻ്റർമീഡിയറ്റ് പാസ്സായിട്ട് ഫൈനൽ പാസ്സാവാതെ ഒരു മാസം 6.5 lakhs ഏൺ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് എനിക്കുണ്ട്. എനിക്കറിയാവുന്നൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആരും മോശമായിട്ടില്ല. എല്ലാവരും അവരുടേതായ നിലയിൽ ഇപ്പോൾ ഫൈനൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആയവരും ഇൻ്റർമീഡിയറ്റ് പാസ്സായവരും ഫൗണ്ടേഷൻ പാസ് എല്ലാവരും ഈ കോഴ്സിലേക്ക് വന്നതിന് ശേഷം അവർ വ്യക്തമായ ഒരു ലക്ഷ്യം നേടി അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ച് എല്ലാവരും മജോറിറ്റി ആൾക്കാരും അവരുടെ സ്വന്തം നിലയ്ക്ക് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് കൂടുതൽ. ഇനിയിപ്പോൾ ഒരു സംശയം എന്ന് പറഞ്ഞാൽ CA എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ടഫാണെന്നുള്ളൊരു പൊതുവെയുള്ളൊരു അഭിപ്രായമുണ്ട്. ശരിക്കും അങ്ങനെ ടഫാണോ? അത് 2005-ൽ ഈ ക്വസ്റ്റിന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം അന്ന് ഒരു അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടിക്ക് പോലും ചാർട്ടേഡ് അക്കൗണ്ട്സി എന്താണെന്നോ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്നോ ഈ ഫീൽഡിനെ പറ്റി ഒന്നും അറിയാതെയാണ് സ്റ്റുഡൻസ് ആയാലും പേരൻസ് ആയാലും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നത്. പക്ഷേ ഇന്ന് സിറ്റുവേഷൻ അങ്ങനെയല്ല. 2025 ആയപ്പോഴേക്കും കാലം ഒത്തിരി മാറിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എല്ലായിടത്തും കുട്ടികൾ ഭയങ്കര അവെയറാണ്. ഇപ്പോൾ
10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഞാൻ എന്താണ് എൻ്റെ ഫീൽഡെന്ന് നേരത്തെ തന്നെ പേരൻസിൻ്റെ നിന്നുള്ള ഗൈഡൻസും ടീച്ചേഴ്സിൻ്റെ നിന്നുള്ള ഗൈഡൻസും ഇത് ഓരോ ഏത് പ്രൊഫഷണൽ കോഴ്സ് ആണോ സെലക്ട് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽസിൻ്റെ നിന്നുള്ള ഗൈഡൻസും എല്ലാം കുട്ടികൾക്ക് നേരത്തെ കിട്ടുന്നുണ്ട്. അത് നമുക്കും കുറേ സഹായകമാണ്. അപ്പോൾ ഇത് പിന്നെ അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് കോഴ്സൊക്കെ ടഫാണെന്ന് ചോദിച്ചാൽ ഒരു സബ്ജക്റ്റും ഒരു കോഴ്സും ടഫല്ല. അത് നമ്മുടെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പം മെഡിസിന് പോകുന്നത് ടഫാണോ, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോകുന്നത് ടഫാണോ, അല്ലെങ്കിൽ നഴ്സിങ്ങിന് പോകുന്നത് ടഫാണോ അത് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ എൻ്റെ ആൻസർ അതുപോലെ തന്നെയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഒരു കോഴ്സും ടഫല്ല, പക്ഷെ നമ്മുടെ ഇൻട്രസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള നമ്മളുടെ താല്പര്യം അത് ഏത് കോഴ്സിനുണ്ട് ഏതായാലും അത് നമുക്ക് അതില്ല എന്നുണ്ടെങ്കിൽ വളരെ എല്ലാ കോഴ്സുകളും ടഫാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ 20 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് അക്കൗണ്ടൻസി കോഴ്സുകളൊന്നും അത് കൊമേഴ്സ് റിലേറ്റഡ് കോഴ്സുകളൊന്നും ടഫല്ല. മറ്റുള്ള സയൻസ് സബ്ജക്റ്റ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കാൻ പറ്റുന്നൊരു പ്രൊഫഷണൽ മേഖലയാണ്. കാരണം നമുക്ക് ഇത് എന്താണ് ബിസിനസ്സാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ബിസിനസ് ചെയ്യാൻ താല്പര്യം, ബിസിനസ്സിനെ ഗൈഡ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള കുട്ടികളാണല്ലോ ഇതിനകത്ത് അധികം വരിക. അപ്പം അവർക്കുണ്ടാകുന്ന ആ ഇൻട്രസ്റ്റിനെ നമ്മൾ നന്നായി മോൾഡ് ചെയ്തെടുത്താൽ ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ടഫായിട്ടൊരു കോഴ്സാണെന്ന്. നമ്മൾ ഏത് കോഴ്സായാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റേതായ ഇതുണ്ട്. പക്ഷെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന് എല്ലാ മറ്റുള്ള കോഴ്സുകളെ തന്നെയാണ്. പണ്ടൊക്കെ ആദ്യമൊക്കെ IAS എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നില്ലേ. ഇപ്പോൾ നമുക്ക് ഒരു IAS അക്കാഡമി വന്നതിന് ശേഷം ഇഷ്ടംപോലെ കോച്ചിങ് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്ര നല്ല IAS എത്ര റാങ്കാണ് നമുക്ക് കേരളത്തിന് കിട്ടുക. അതുപോലെ നല്ലൊരു കോച്ചിങ് സപ്പോർട്ടും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ ഈ കൊമേഴ്സ് റിലേറ്റഡ് കോഴ്സുകളൊന്നും ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയാലും കോസ്റ്റ് അക്കൗണ്ടൻസി ആയാലും ടഫാണെന്ന് 20 വർഷത്തെ ഈ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ IIT എന്ന് പറയുന്നത് മറ്റുള്ള ക്യാമ്പസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണല്ലോ. അതെ. അപ്പോൾ ഈ കുട്ടികൾ മുഴുവനും ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുന്നവരാണോ? 2005 IIT സ്റ്റാർട്ട് ആവുന്നത്. അന്ന് മുതൽ തന്നെ IIT റെസിഡൻഷ്യൽ ക്യാമ്പസാണ്. അന്ന് പക്ഷേ സ്വന്തം ബിൽഡിങ്ങിലായിരുന്നില്ല. അപ്പോൾ അന്ന് റെൻ്റഡ് ബിൽഡിങ്ങിലായിരുന്നു. അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ടുപോകാനും മറ്റുള്ളൊരു ബിൽഡിങ്ങിലായിരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കുറേ റെസ്ട്രിക്ഷൻസും ഓക്കെ. പക്ഷേ 2011 ആയപ്പോഴേക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വന്തമായ ബിൽഡിങ്ങും ക്യാമ്പസിൽ തന്നെ സ്വന്തമായി ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായി. അത് ഞങ്ങൾക്ക് ഒത്തിരി സൗകര്യമാണ്. കാരണം കുട്ടികൾക്ക് യാത്ര ചെയ്യേണ്ട മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഹോസ്റ്റലില്ല. എന്നാൽ എല്ലാ 1000 കുട്ടികളെയും അക്കോമഡേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല. ഞങ്ങളൊരു 350 കുട്ടികളെയാണ് ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾക്കില്ല. അപ്പോൾ നമുക്ക് 350 കുട്ടികളെ ആണ്. ബാക്കി കൊല്ലം ജില്ലയിൽ നിന്ന് കുട്ടികൾ കൂടുതലുണ്ട്. അപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ദൂരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഹോസ്റ്റൽ പ്രിഫറൻസ് കൊടുക്കുക. പിന്നെ റിസൾട്ട് അധികവും ഹോസ്റ്റലിൽ നിന്നാണ്. കാരണം ഹോസ്റ്റലിലെ ചില പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരു സിസ്റ്റത്തിൽ പോകുന്ന സംവിധാനമാണ് ഹോസ്റ്റൽ. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. പഠിക്കാൻ സമയം, കളിക്കാൻ സമയം, ആഹാരം കഴിക്കാൻ സമയം, എല്ലാത്തിനും അതിൻ്റേതായ സിസ്റ്റത്തിൽ തന്നെ. എന്നാൽ വാർഡനൊക്കെ വളരെ കെയർ ചെയ്യുന്നു നന്നായിട്ട്. അവർക്ക് എന്താവശ്യങ്ങൾക്കും എന്ത് പ്രശ്നങ്ങൾക്കും സൊല്യൂഷനുണ്ട്. പഠിക്കുന്നതിനും കൂടുതൽ സൗകര്യം. ഒരു 5-6 മണിക്കൂർ ഹോംവർക്ക് ചെയ്യാനുള്ള സൗകര്യം അത് കമ്പൾസറി ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് റിസൾട്ട് അധികവും ഹോസ്റ്റലിൽ നിന്നുമാണ്. അപ്പോൾ ഈ ഹോസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ റിസൾട്ട് ഉണ്ടാക്കുന്നതിന്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഗ്രൂപ്പ് എഫർട്ടാണ്. ഓക്കെ, പേരൻസിൻ്റെ സപ്പോർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റുഡൻസും പേരൻസും അതുപോലെ തന്നെ ഏറ്റവും നല്ല ടീച്ചേഴ്സും അതുപോലെ തന്നെ ഏറ്റവും ഈ ഹോസ്റ്റൽ സപ്പോർട്ടും ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും അതുപോലെ ഇവരെ ലീഡ് ചെയ്യുന്ന ഒരു അക്കാഡമിക് ടീമുണ്ട്, അവരുടെ സപ്പോർട്ടും എല്ലാം കൂടെ ചേരുന്നതാണ് IIT റിസൾട്ട്. പിന്നെ ഇപ്പോൾ ഈ CMA എന്ന് പറയുന്ന കോഴ്സ്, ഇതിനെപ്പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായം എന്താ? ശരി, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സുകളെ പറ്റി എല്ലാവർക്കും അറിയാം. പക്ഷേ പഴയ ICAA ആണ് ഇപ്പോഴത്തെ CMA എന്ന് പറയുന്ന കോഴ്സ്. ഇതിനെപ്പറ്റി പണ്ട് ആർക്കും അറിയാം. നമ്മൾ 2005 ചാർട്ടേഡ് അക്കൗണ്ടൻസി തുടങ്ങി. 2006 അന്ന് ICAA കോഴ്സ് തുടങ്ങി. അന്ന് നമ്മുടെ അടുത്ത് ICW എന്നൊക്കെ കേൾപ്പോൾ ഇത് വെൽഡിങ് ടെക്നോളജി ആണോ എന്നൊക്കെ ചോദിച്ച അഡ്മിഷൻ എടുക്കാൻ വന്നവരുണ്ട്. പക്ഷേ അന്ന് ICAA പറ്റി ആർക്കും അത്ര അറിവില്ലായിരുന്നിട്ടും പിന്നെ ഇപ്പോൾ ഈ 2025 ഒക്കെ ആയപ്പോഴത്തേക്ക് CMA പറ്റി എല്ലാവർക്കും CA പോലെ തന്നെ CMA പറ്റിയും എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അറിവുണ്ട് എല്ലാവർക്കും. കാരണം ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു പ്രൊഫഷണൽ മേഖലയാണ്. പഠിക്കാൻ ഇതിനകത്ത് ടൈം വളരെ കുറവാണ്. CAക്ക് എടുക്കുന്ന അത്ര സമയം കോസ്റ്റ് അക്കൗണ്ടൻസിക്ക് വേണ്ട.
പിന്നെ പഠിക്കാനുള്ള സബ്ജക്ട്സ് ഒക്കെ ഏകദേശം ഒന്നുപോലെ തന്നെയാണ്. പഠിക്കാൻ CA ആണോ CMA ആണോ ടഫ് എന്ന് ചോദിച്ചാൽ രണ്ടും ടഫല്ല എന്നാണ് എൻ്റെ ആൻസർ. ചില കുട്ടികളുണ്ട് CA ടഫ് ആയതുകൊണ്ട് CMA എടുക്കാം എന്ന് പറയുന്നത്. അത് തെറ്റായ ഒരു ധാരണയാണ്. നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ CAയോ CMA ഒന്നും ടഫല്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ CA പഠിക്കാൻ വരുന്ന എല്ലാ കുട്ടികളെ കൊണ്ടും CMA നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ CA പാസ്സാകുമ്പോൾ എല്ലാവരും CMAയും പാസ്സാവുന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളും തമ്മിൽ സബ്ജക്റ്റിനും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അഡീഷണൽ ആയിട്ട് നമുക്ക് വേണ്ട സബ്ജക്റ്റിൻ്റെ അതിൻ്റെ കോച്ചിങ് ഒക്കെ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഒരു പരിധിവരെ കൂടുതലുള്ള ഒരു പ്രൊഫഷണൽ മേഖലയാണ്. അത് ഇന്ത്യയിൽ വിദേശത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ട്സിനേക്കാൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഞങ്ങൾക്കുള്ളത് പക്ഷേ കോസ്റ്റ് അക്കൗണ്ട്സ് ആണ്. ഏറ്റവും കൂടുതൽ വെൽ എംപ്ലോയ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ റെമ്യൂണറേഷൻ വാങ്ങുന്ന കോസ്റ്റ് അക്കൗണ്ട്സ് എയ്റ്റഡ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സി പോലെ തന്നെ ഞങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്ന മറ്റൊരു മേഖലയാണ് കോസ്റ്റ് അക്കൗണ്ടൻസി. അത് രണ്ടും ടഫല്ല. പക്ഷെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ രണ്ട് കോഴ്സും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സൗകര്യവും ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഇവിടെ IIT കൂടുതൽ കുട്ടികൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ CA CMA കോഴ്സുകൾ ചെയ്യുന്ന എല്ലാ കുട്ടികളും ഇവിടെ BCom ചെയ്യുന്നുണ്ട്. കാരണം +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളാണല്ലോ അധികവും. അപ്പോൾ BCom കമ്പൾസറി ആയിട്ട് എല്ലാവരെയും കൊണ്ടും ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഒരു CA പഠിക്കാൻ വരുമ്പോൾ അവർക്ക് ഓൾറെഡി CA പാസ്സാകാം, അതിൻ്റെ കൂടെ CMAയും BCom പാസ്സാകാനുള്ള ഒരു സൗകര്യം, ആ സൗകര്യത്തിലാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ വർഷത്തെ ബാച്ചുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ? +2 എക്സാമിനേഷൻ March 31 മുമ്പ് കഴിയുന്നുണ്ടല്ലോ. എല്ലാ വർഷവും IIT-യിൽ ഏപ്രിൽ തന്നെ 2 ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 100 കുട്ടികളാണ് ഒരു ബാച്ചിൽ വരിക. അപ്പോൾ 100 കുട്ടികളുടെ 2 ബാച്ച് ഓൾറെഡി ഞങ്ങളിവിടെ തുടങ്ങി കഴിഞ്ഞു. ഇനിയും ബാച്ചുകൾ വരുന്നുണ്ട്. ഞങ്ങൾ അതിന് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ സാധാരണ പറഞ്ഞാൽ ഇപ്പോൾ സെലിബ്രിറ്റീസിനെ വെച്ചും യൂട്യൂബേഴ്സിനെ ഒക്കെ വെച്ചിട്ട് ധാരാളം വീഡിയോകൾ ഇങ്ങനെ കൊമേഴ്സ് കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണാറുണ്ട് പരസ്യങ്ങൾ. അവർ ഓരോ സ്ഥാപനങ്ങൾ അങ്ങനെ അവരെ വെച്ച് പരസ്യം ചെയ്തതിന് ശേഷമാണ് കോഴ്സുകൾ തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ അതിന് മുന്നേ തന്നെ കോഴ്സുകൾ തുടങ്ങുന്നു. അതെങ്ങനെ സാധിക്കുന്നു ശരിക്കും? നമുക്ക് അങ്ങനെ സെലിബ്രിറ്റീസ് വെച്ചിട്ടുള്ളൊരു പരസ്യമോ അല്ലെങ്കിൽ TV ആടോ ഒന്നും IIT ഫോളോ ചെയ്യുന്നില്ല ഇതുവരെ. കാരണം നമ്മളുടെ റിസൾട്ടിൻ്റെ ബേസിലാണ് ഇവിടെ അഡ്മിഷൻ നടക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം പാസ്സായ കുട്ടികളാണ് ഈ വർഷത്തെ ഞങ്ങളുടെ പരസ്യം ശരിക്കും. അപ്പോൾ കഴിഞ്ഞ CA പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ നേരത്തെ തന്നെ ഇതിന് എൻക്വയറി എടുക്കുകയും +1 +2 ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നേരത്തെ CA ഫൗണ്ടേഷൻ കോഴ്സുകൾ ഞങ്ങളിവിടെ ബുക്ക് ചെയ്യാറുണ്ട്, സീറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഡിസംബർ ജനുവരി മാർച്ചിലാണല്ലോ എക്സാമിനേഷൻ കഴിയുക. ഒരു ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോൾ തന്നെ 100 നമ്പേഴ്സുള്ള ഒരു ബാച്ചിൻ്റെ അഡ്മിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എക്സാം കഴിയുമ്പോഴത്തേക്കും രണ്ടാമത്തെ ഒരു ബാച്ചിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞിരിക്കും. അത് കഴിഞ്ഞിട്ടാണല്ലോ ഇനി മറ്റിപ്പോൾ ഇഷ്ടംപോലെ പരസ്യങ്ങളൊക്കെ ഞങ്ങളുടേതല്ല, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒക്കെ പരസ്യങ്ങളുടെ ഗുണഭോക്താക്കളാണ് ഞങ്ങൾ. കാരണം അതിൻ്റെ പരസ്യം കണ്ടിട്ട് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിഞ്ഞു വരുന്ന അഡ്മിഷൻസ് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ മറ്റ് പരസ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ക്വാളിറ്റിയിൽ കൂടുതൽ നല്ല കോച്ചിങ്, ക്വാളിറ്റി മീൻസ് നല്ല കോച്ചിങ്ങും നല്ല അവയർനെസ്സും നല്ല സപ്പോർട്ടും മാക്സിമം കുട്ടികൾക്ക് നൽകി ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് IIT അന്നും ഇന്നും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് ഒരു സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നല്ല, നമ്മൾ IIT-ക്ക് വേറെ ബ്രാഞ്ചുകളില്ല. അതുകൊണ്ട് ഒരു സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയ്ക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. നമുക്കൊരു വർഷം 1000 സ്റ്റുഡൻസിനാണ് അഡ്മിഷൻ. ആ 1000 സ്റ്റുഡൻസ് എല്ലാ വർഷവും ഒരു വർഷവും അതിനകത്ത് കുറഞ്ഞിട്ടില്ല. ആ റിസൾട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് കുറയുകയില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അഡ്മിഷൻ്റെ എണ്ണം കൂട്ടാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് വളരെ നല്ല രീതിയിൽ ഒരു സിസ്റ്റത്തിൽ പോകുന്ന, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഡ്മിഷനെ പറ്റി യാതൊരു ടെൻഷനുമില്ല. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് ആ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ കൂടുതൽ സംസാരിച്ചാലാണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് CA സൂരജ് സാറാണ്. അദ്ദേഹം പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അതുകൂടാതെ നമ്മുടെ IIT-യിലെ ഒരു മെയിൻ ഫാക്കൽറ്റി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ച് നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമസ്കാരം. നമ്മുടെ ഈ കോമേഴ്സ് മേഖലയിലെ നമ്പർ 1 കോഴ്സാണല്ലോ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. അപ്പോൾ എന്താണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സ്? ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് 1949 1 മെയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് ഈ ആക്ട് വന്ന് ICAI എന്ന് പറയുന്ന ഒരു ബോർഡ് രൂപീകരിച്ചു. ആ ബോർഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് വന്നപ്പോൾ തന്നെ അതിനകത്ത് അതിൻ്റെ ബേസിക് ക്രൈറ്റീരിയ അന്ന് എഴുതിയിട്ടുള്ളത് +2 ക്വാളിഫൈ ചെയ്ത ഏതൊരു കുട്ടിക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ കൊമേഴ്സ് ഫീൽഡിൽ പ്രൊഫഷണൽ കോഴ്സിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്.
ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ പേരൻസിൻ്റെ മനസ്സിലും എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ആദ്യ കുറച്ച് പ്രൊഫഷണൽ കോഴ്സാണ് ഡോക്ടർ, എഞ്ചിനീയറൊക്കെ. പക്ഷേ ഈ അടുത്ത കാലത്ത് ഏറ്റവും സന്തോഷമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ പല പേരൻസിനും പല കുട്ടികൾക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് അവർ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് അവർ വെക്കുന്നുണ്ട്, വെദർ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിലും കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിലും. അപ്പോൾ ഈ അടുത്തൊരു ഇത് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ, ഒരു മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ, ഞാൻ കുറേ സ്റ്റുഡൻസിനെയും അതേപോലെ അവരുടെ പേരൻസിനെയൊക്കെ അഡ്രസ്സ് ചെയ്തപ്പോൾ അവർക്ക് ഓൾറെഡി ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിനെ പറ്റി അറിയാം. ഇപ്പോഴത്തെ പേരൻസും അതേപോലെ ഇപ്പോഴത്തെ കുട്ടികളും ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിനെ പറ്റി കൂടുതൽ അവെയറാണ്. IIT-യിൽ ഇപ്പോൾ അടുത്ത് CA ഫൗണ്ടേഷൻ്റെ ബാച്ച് തുടങ്ങിയപ്പോൾ ഏകദേശം 100 സ്റ്റുഡൻസ് അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ 100 സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഓരോ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞത്? അപ്പോൾ അവർ പറഞ്ഞു, സാർ 10ാം ക്ലാസ് തൊട്ട് ഞങ്ങളുടെ ആഗ്രഹം ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിലോട്ട് വരണമെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇതിനെപ്പറ്റി കൂടുതൽ തിരക്കിയിട്ടുണ്ട്, ഞങ്ങൾ നെറ്റിനകത്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നേരത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ മെഡിസിൻ, എഞ്ചിനീയറിംഗ് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പേരൻസ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സും ഒരു ഓപ്ഷനായി വെക്കുന്നുണ്ട്. ഒരു ഓപ്ഷൻ മാത്രമല്ല, അത് ഫസ്റ്റ് പ്രൈം ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്നുമുണ്ട്. അതേപോലെ ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് 1949 ഈ കോഴ്സ് ഇറക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സയൻസെന്നോ കൊമേഴ്സെന്നോ വ്യത്യാസമില്ലാതെ ഏതൊരു കുട്ടിക്കും ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ റീസെൻറ്റ് ഒരു ഗ്രാഫ് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ കോഴ്സിൽ കൂടുതൽ കുട്ടികൾ വരുന്നതും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളാണ്. അപ്പോൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾക്കും ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സൂരജ് എന്ന വ്യക്തിയിൽ നിന്നും CA സൂരജ് എന്നുള്ള ആ വ്യക്തിയിലേക്കുള്ളൊരു യാത്ര അതൊന്ന് വിശദീകരിക്കാമോ? അതുപോലെ തന്നെ ഇപ്പോൾ CA ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയതിനു ശേഷം ലൈഫിൽ വന്ന ചേഞ്ചസ്. അപ്പോൾ സൂരജിൽ നിന്ന് CA സൂരജിലോട്ടുള്ള യാത്ര ഭയങ്കര രസകരമുള്ള യാത്രയായിരുന്നു. ബേസിക്കലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, എൻ്റെ അച്ഛനൊരു ആർമി മാനാണ്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ തന്നെ ഞാനും പല സ്ഥലങ്ങളിൽ പല സ്റ്റേറ്റിൽ ആയിരുന്നു ഞാൻ പഠിച്ചത്, എൻ്റെ സ്കൂളിങ് കഴിഞ്ഞത്. അപ്പോൾ അന്നത്തെ പേരൻസിനൊരു ചിന്താഗതി വെച്ചിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ പേരൻസിൻ്റെ ആഗ്രഹവും മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തിട്ട് +1 +2 മാത്സ് പഠിച്ച് ഇതിൻ്റെ കോച്ചിങ്ങിന് പോയി, എഞ്ചിനീയറിൻ്റെ കോച്ചിങ്ങിന് പോയി. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാം എനിക്ക് കിട്ടി. അപ്പം കിട്ടിക്കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയിലെ ഒരു കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ആ കോളേജിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് എൻ്റെ അച്ഛനോട് ഒരു 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു ചോദ്യം എന്നോട് ചോദിച്ചത്, ഓൾറെഡി നിനക്കറിയാം എത്ര എഞ്ചിനീയറിംഗ് കോളേജാണ് നീ പഠിക്കാൻ പോകുന്ന സിറ്റിയിലുള്ളതെന്ന്. അന്ന് ഏകദേശം ഒരു 15 എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ ഉണ്ടായിരുന്നു. അതിലെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു എമൗണ്ട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ജോലി സാധ്യത, 2 ഒരു ഗ്രോത്ത്, ഇത്രയും കുട്ടികളുടെ ഇടയ്ക്ക് എനിക്കുണ്ടാകാൻ പോകുന്ന ഗ്രോത്ത്. പിന്നെ അതേപോലെ ഞാനിത് പാസ്സായി കഴിഞ്ഞ് ഞാൻ ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ കമ്പനി ഒരു 2 lakh rupees അല്ലെങ്കിൽ 1 lakh rupees സാലറി തരണമെങ്കിൽ എന്നെ കൊണ്ട് ആ കമ്പനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവാതെ എനിക്ക് ആ കമ്പനി ആ പൈസ തരില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് അത് അത്രയും പോസിറ്റീവായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഒന്ന് റീതിങ്ക് ചെയ്തു. പിന്നെ ഞാൻ ഈ കോഴ്സിനെ പറ്റി റീതിങ്ക് ചെയ്തപ്പോഴാണ് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിനെ പറ്റി അറിയുന്നതും അതിനെപ്പറ്റി കൂടുതൽ തിരക്കുന്നതും. അപ്പോൾ എനിക്ക് ഈ കോഴ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഇൻഡിപെൻഡൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ കോഴ്സ് പാസ്സായി കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടാൻ പോകുന്ന ഇൻഡിപെൻഡൻസ്, ഓക്കെ, അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളാണ് എന്നെ കൂടുതൽ ഈ കോഴ്സിലോട്ട് അട്രാക്ട് ചെയ്തത്. അങ്ങനെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ച് എഞ്ചിനീയറിംഗ് കിട്ടി, അത് ഡ്രോപ്പ് ചെയ്തിട്ട് CA കോഴ്സിലോട്ട് വന്ന്, സത്യം പറഞ്ഞാൽ CA കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ തൊട്ട് ഞാൻ ഈ കോഴ്സ് നല്ലോണം എൻജോയ് ചെയ്തു. എനിക്ക് ഇതിനകത്ത് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ആയിരുന്നെങ്കിലും അല്ലെങ്കിൽ ഇതിനകത്ത് പഠിക്കാനുള്ള സബ്ജക്റ്റ് ആയിരുന്നെങ്കിലും ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഇതിനകത്ത് ഏറ്റവും രസകരമുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് 19 വയസ്സായപ്പോൾ ഞാൻ ഇൻ്റർമീഡിയറ്റ് പാസ്സായി. അപ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടികളെല്ലാവരും ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ്, എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗിലായിരിക്കും പോയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ആ സമയത്ത് MBBS കിട്ടിയ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്തും 19 വയസ്സായപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കോളേജിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇൻഷർട്ടൊക്കെ ചെയ്ത് കയ്യിൽ ലാപ്ടോപ്പൊക്കെ പിടിച്ച് ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ട്രെയിനിങ്ങിന്. അപ്പോൾ ആ ഒരു നല്ല രസകരമായിട്ടുള്ള സമയമായിരുന്നു ആ ട്രെയിനിങ് സമയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കോഴ്സ് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ, ബേസിക്കലി ഞാനൊരു ഫാമിലി മാനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പേരൻസ് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ പഠിപ്പിക്കാൻ, എൻ്റെ ബ്രദറിനെയൊക്കെ പഠിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പല സമയത്തും ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് നല്ലൊരു ജോലി കിട്ടി കഴിയുമ്പോൾ ഇതൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കണം, അവർക്ക് ഹാപ്പിനെസ് കൊടുക്കണം. ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഫ്റ്റർ CA എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് എൻ്റെ പേരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നടത്താൻ
എനിക്ക് ഈ ഒരു കോഴ്സ് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ +2 സയൻസ് പഠിച്ചവർക്കും അങ്ങയുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ CA പഠിക്കാമെന്ന് അങ്ങ് തെളിയിച്ചു. എന്നാൽ ഇപ്പോൾ ഈ കൊമേഴ്സ് ടീം അല്ലാത്തവർക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടോ? +2 സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും +2 കൊമേഴ്സ് പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഒരു അപ്പർ ഹാൻഡ് എന്തെന്ന് വെച്ചാൽ അവർ 10th കഴിഞ്ഞ് കൊമേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് അവർ +1ലും +2ലും പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ ബേസ് കുറച്ച് സ്ട്രോങ് ആയിരിക്കും. പക്ഷേ +2 സയൻസ് പഠിച്ച് വന്ന കുട്ടികൾ ഈ കോഴ്സിലോട്ട് വരുമ്പോൾ അവർക്ക് അതിൻ്റെ ബേസ് ക്ലിയർ അല്ല. പക്ഷേ ബാക്കിയുള്ള സബ്ജക്റ്റ് എല്ലാം രണ്ടുപേർക്കും പുതിയതാണ്. സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള സബ്ജക്റ്റ് രണ്ട് കുട്ടികൾക്കും സിമിലറാണ്. ഇപ്പം അക്കൗണ്ടൻസിയിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അതാണെങ്കിൽ ഇപ്പോൾ IIT പ്രൊഫഷണൽ ക്യാമ്പസിൽ ഇപ്പം ഞങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അക്കൗണ്ടൻസിയൊക്കെ പഠിപ്പിക്കുമ്പോൾ 10th കഴിഞ്ഞ് +1ൽ ഫസ്റ്റ് ഡേ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് എന്താണോ അക്കൗണ്ടൻസിയിൽ പഠിക്കുന്നത് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളവിടെ പഠിപ്പിക്കും. അപ്പോൾ +2 അന്ന് ഞാൻ പഠിച്ച സമയത്ത് ഇതുപോലെയായിരുന്നു. അപ്പോൾ ഞാനും IIT തന്നെയാണ് പഠിച്ചത്. അപ്പോൾ IITയിൽ അന്ന് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന എന്നെ ആ ഫസ്റ്റ് ഡേയിൽ സാറ് അല്ലെങ്കിൽ അവിടുന്ന് അന്ന് ഫാക്കൽറ്റി എന്നെ പഠിപ്പിച്ചത് റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ബേസ് തൊട്ടാണ്. അപ്പോൾ എനിക്ക് സയൻസ് സ്ട്രീമിൽ നിന്ന് വന്നതായതുകൊണ്ട് എനിക്ക് ഈ കോഴ്സ് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം സയൻസിൽ പല കാര്യങ്ങളൊക്കെ ഞാൻ കാണാപാഠം പഠിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ കൊമേഴ്സ് ഫീൽഡിലോട്ട് വന്നപ്പോൾ അക്കൗണ്ടിങ് ഒക്കെ ഫാക്കൽറ്റി പഠിപ്പിക്കുമ്പോൾ എനിക്ക് എല്ലാം ഡേ ടു ഡേ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാർ എന്താണ് ഒരു കാര്യം പറയുന്നത് അതിനൊരു എക്സാമ്പിൾ പ്രാക്ടിക്കൽ എക്സാമ്പിൾ എനിക്ക് തന്നെ അറിയാൻ പറ്റും, കാണാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നും കാണാപാഠം പഠിക്കേണ്ടി വന്നില്ല, എല്ലാം മനസ്സിലാക്കി പഠിക്കാൻ വന്നു. അപ്പോൾ ആ ഒരു 100 കുട്ടിയുള്ള ഒരു ബാച്ച് ആണെങ്കിൽ അതിനകത്ത് ഒരു 50% സയൻസോ 50% കൊമേഴ്സ് സ്റ്റുഡൻസും ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും വിൻ വിൻ സിറ്റുവേഷനാണ്. കാരണം കൊമേഴ്സ് സ്റ്റുഡൻസ് ഓൾറെഡി 2 വർഷം പഠിച്ചതായതുകൊണ്ട് അവർക്ക് ഇൻ ഡെപ്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഈ അക്കൗണ്ടൻസിയുടെ ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ ബേസ് കൂടുതൽ സ്ട്രോങ് ആവും. +2 സയൻസ് പഠിച്ച് വന്ന കുട്ടികൾക്കാണെങ്കിൽ ഈ സെയിം സാധനം നമ്മൾ റൈറ്റ് ഫ്രം ദി ബിഗിനിങ്, കാരണം അവരൊരു ബ്ലാങ്ക് ക്യാൻവാസാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് അതേപോലെ അവർ പഠിക്കും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കും. കാരണം +2ൽ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിച്ച് വന്നിട്ട് പുതിയൊരു സബ്ജക്റ്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ രണ്ടുപേർക്കും വിൻ വിൻ സിറ്റുവേഷനാണ്. പ്ലസ് ഈ പറയുന്ന അക്കൗണ്ടൻസിയിൽ മാത്രം അതും ബേസിൽ മാത്രമേ ഒരു അപ്പർ ഹാൻഡ് കൊമേഴ്സ് സ്റ്റുഡൻസിന് അതിനകത്ത് ഉള്ളൂ. ബാക്കി ആ ഒരു നമ്മൾ ആദ്യത്തെ ഒരു 2 ആഴ്ചയും കൊണ്ട് സയൻസ് സ്റ്റുഡൻസിനെയും ആ ഒരു ബേസിക്സ് പഠിപ്പിക്കും. പിന്നെ ത്രൂ ഔട്ട് ദി CA കോഴ്സ് ജേർണിയിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് എല്ലാം കൊമേഴ്സ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ എല്ലാവർക്കും സെയിം ആണ്. അപ്പോൾ ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ മാത്രം ഒരു ചെറിയ അപ്പർ ഹാൻഡ് അവർക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും ഈ കോഴ്സ് ഈക്വലി പാസ്സാവാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ CA പാസ്സായിട്ടുള്ള ഏറ്റവും കൂടുതൽ കുട്ടികളും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടികളാണ്. +2ന് ശേഷം CA കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻറ്റ് CA കോഴ്സ് ഓപ്റ്റ് ചെയ്യുമ്പോൾ അവർ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് CA ഫൗണ്ടേഷനാണ്. CA ഫൗണ്ടേഷനിൽ ടോട്ടലി 4 സബ്ജക്ട്സ് ആണ് ഉള്ളത്. CA ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് CA ഇൻ്റർമീഡിയറ്റ് ആണ്. CA ഇൻ്റർമീഡിയറ്റിൽ ടോട്ടൽ 6 സബ്ജക്റ്റാണ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. 2 ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡാണ്. ഒരു ഗ്രൂപ്പിൽ 3 സബ്ജക്ട്സ് ഈച്ച്. CA ഇൻ്റർമീഡിയറ്റ് പാസ്സായ ബോത്ത് ഗ്രൂപ്പും പാസ്സായ ഒരു കുട്ടിക്ക് അടുത്തത് CA ആർട്ടിക്കിൾഷിപ്പാണ്. CA ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത് ഈ പാസ്സായ കുട്ടി ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കീഴിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. 2 വർഷം പ്രാക്ടീസ് ചെയ്യണം, ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം. അപ്പോൾ ഈ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ഒരു CA-കാരൻ ജോലി ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ പ്രാക്ടീസിൻ്റെ സമയത്ത് അത് ഈ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കൂടെ നിന്ന് നമ്മൾ അത് പഠിക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആവുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുവാണ്. നമ്മൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ജോലിയാണോ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുവാണ്. അതും നമ്മുടെ ഒരു പാസ്സായ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ഗൈഡൻസ് കൂടെ. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് CAയുടെ അടുത്ത സ്റ്റേജായ CA ഫൈനൽ എഴുതാൻ പറ്റുക. CA ഫൈനൽ എഴുതി കഴിയുമ്പോഴാണ് ഒരാളെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രിക്ക് ശേഷമാണ് നമ്മൾ CA കോഴ്സ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ഡിഗ്രി കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം BCom ഒക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണെങ്കിൽ BComന് 55% മുകളിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള കുട്ടിയാണെങ്കിൽ CAയുടെ ഫൗണ്ടേഷൻ സ്റ്റേജ് എഴുതണ്ട, പകരം CA ഇൻ്റർമീഡിയറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. CA ഇൻ്റർമീഡിയറ്റ് നമുക്ക് എഴുതി CA ആർട്ടിക്കിൾഷിപ്പും ചെയ്ത് CA ഫൈനൽ ചെയ്യാം. BCom അല്ലാത്ത അതർ ഡിഗ്രീസ് ആണെങ്കിൽ അവർക്ക് അവരുടെ ആ ഡിഗ്രിയിൽ അറൗണ്ട് എബവ് 60 or 60% എബവ് മാർക്ക് മേടിച്ചാലും അവർക്ക് CA ഫൗണ്ടേഷൻ എഴുതണ്ട, നേരെ CA ഇൻ്റർമീഡിയറ്റ് വെച്ച് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്? ബേസിക്കലി ചാർട്ടേഡ് അക്കൗണ്ട്സി കോഴ്സ് പാസ്സായി കഴിഞ്ഞ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കാണുമ്പോൾ
എല്ലാവരും വിചാരിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ മെയിനായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങും ടാക്സേഷനും അക്കൗണ്ടിങ് ഒക്കെ ആണെന്നുള്ളത്. അവിടെ മെയിൻ ജോലി ഓഡിറ്റിംഗ് ആണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടം പോലെ ഏരിയാസ് ഉണ്ട് ചാർട്ടേഡ് അക്കൗണ്ടിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈവൻ CA കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ICAI തന്നെ ഒരുപാട് പോസ്റ്റ് ക്വാളിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് ഏരിയാസിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ MBBS ഡോക്ടറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്പെഷ്യലൈസേഷന് പോകും, അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയൊക്കെ പോകും. അതേപോലെ നമുക്കും ചാർട്ടേഡ് അക്കൗണ്ട്സി കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വഴി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയിലോട്ട് നമുക്ക് പോകാം. ഇപ്പോൾ ICAI തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഡിപ്ലോമ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ്, ഡിപ്ലോമ ഇൻ ഇൻ്റർനാഷണൽ ടാക്സേഷൻ. ഇപ്പോൾ അറിയാലോ, ഇപ്പം എല്ലാ ബിസിനസ്സിലും പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള ബിസിനസ് നമ്മുടെ ചെറിയ ടൗണിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റിലോ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കൂടിപ്പോയാൽ അതർ സ്റ്റേറ്റ്സിലോട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം ഗ്ലോബലി വരുന്ന ബിസിനസ്സുകളാണ് എല്ലാം. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ടാക്സേഷനിൽ വരെ ഡിപ്ലോമ കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ഫോറൻസിക്കിലാണ് എനിക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ എനിക്ക് ഫോറൻസിക്കിൽ നിന്നും എനിക്ക് എക്സ്പെർട്ടൈസ് എടുക്കാം. ഇനി എനിക്ക് കൺകറന്റ് ഓഡിറ്റിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ എനിക്ക് കൺകറന്റ് ഓഡിറ്റ് എടുക്കാം. അതേപോലെ ഫെമ റെഗുലേഷൻസ്, അങ്ങനെ ബാങ്ക്രപ്സി കോഡ്, അങ്ങനെ ഇഷ്ടം പോലെ ഡിപ്ലോമ കോഴ്സും സർട്ടിഫിക്കറ്റ് കോഴ്സും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ട്സി കോഴ്സ് പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു റെഗുലർ ഓഡിറ്റ് അല്ലാതെ, അല്ലെങ്കിൽ റെഗുലർ ഒരു ടാക്സ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു മേഖല അല്ലാതെ ഇഷ്ടം പോലെ, ഇപ്പോൾ എനിക്കറിയുന്നതിനേക്കാളും കൂടുതൽ ഏരിയാസ് നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ CA പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒരു ഓപ്ഷനാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്യുന്നതിനെ കൂട്ട് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്രാക്ടീസിൽ തന്നെ എനിക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എനിക്ക് ഏതൊക്കെ രീതിയിൽ വേണമെങ്കിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാം. അതല്ല എങ്കിൽ എനിക്ക് എംപ്ലോയ്മെൻറ്റ് പോവാം. ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു CFO ആയിട്ടോ, അല്ലെങ്കിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടോ, അല്ലെങ്കിൽ ഫിനാൻസ് മാനേജറായിട്ടോ എനിക്ക് എംപ്ലോയ്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാതെ ഒരു എംപ്ലോയി ആയിട്ട് എനിക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. എംപ്ലോയ്മെൻറ്റ് CTC സുഖമായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ വെളിയിലുള്ള രാജ്യങ്ങളിൽ നമുക്ക് നല്ല എമൗണ്ട് സാലറി ആയിട്ട് നമുക്ക് കിട്ടും. ഇതുകൂടാതെ ഗവൺമെൻറ് നമ്മുടെ PSC എക്സാമിനേഷനിൽ പല സമയത്ത് ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ വേക്കൻസീസ് വരാറുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ട്സിന് മാത്രം ചില പോസ്റ്റുകൾ ഒഴിവ് വരാറുണ്ട്. പക്ഷേ ജനറലി അത് CAക്കാർ എടുക്കാറില്ല, കാരണം അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വെളി കിട്ടുന്നുണ്ട്. അതേപോലെ ബാങ്കിങ് സെക്ടറിൽ, ഇൻഷുറൻസ് സെക്ടറിൽ ഒക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ട്. അതേപോലെ ടീച്ചിങ് ഫീൽഡിലും നല്ല ഒരു കരിയറാണ് ചാർട്ടേഡ് അക്കൗണ്ട്സിനുള്ളത്. അതേപോലെ CA പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല, നമുക്ക് ഇന്ത്യയുടെ വെളിയിലുള്ള രാജ്യങ്ങളിലും ഭയങ്കര ഓപ്പർച്യൂണിറ്റീസാണ്. ഇപ്പം ഇന്ത്യ ICAI നമ്മുടെ പല കൺട്രീസിനോട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചില കൺട്രീസിലാണെങ്കിൽ ഇന്ത്യൻ CA സർട്ടിഫിക്കറ്റ് മാത്രം മതി അവിടെ ജോലി കിട്ടാൻ. എന്നാൽ ചില രാജ്യങ്ങളിൽ അവിടുത്തെ 1-2 പേപ്പർ എഴുതിയാൽ അവിടുത്തെ CA റെക്കഗ്നീഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിലും ഈ കോഴ്സിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പം എനിക്ക് മനസ്സിലായി CAക്കാരുടെ ഒരു ഒപ്പിന് നല്ലൊരു വിലയുണ്ടെന്ന്. ഇപ്പോൾ ഒരു ഒപ്പിന് സൂരജ് എന്തായിരിക്കും ചാർജ് ചെയ്യുക? ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്ന മുമ്പ് ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ യൂട്യൂബ് ഉണ്ടല്ലോ, ഉണ്ട്. ഈ യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം കിട്ടുന്നുണ്ട്? അതങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സാഹചര്യങ്ങളും ഇതൊക്കെ അനുസരിച്ചിട്ട് ഞങ്ങൾ പല രീതിയിൽ അതിന് വരുമാനം ഉണ്ടാക്കും. സെയിം ഹിയർ. IIT പാസ്സായ പല സ്റ്റുഡൻസിനോട് ഞാൻ സംസാരിക്കാറുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, അവരവിടെ നല്ല ലൈഫ് സ്റ്റൈലാണ് ലീഡ് ചെയ്യുന്നത്. ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സർവീസസ് ഇഷ്ടംപോലെ സർവീസുകളുണ്ട്. അതിനകത്ത് ചില ഇമ്പോർട്ടൻറ്റ് സർവീസസ് എന്ന് വെച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന കുറച്ച് സർവീസുകളാണ് ഓഡിറ്റ്, അക്കൗണ്ട്സ്, GST, ടാക്സേഷൻ, കൺസൾട്ടൻസി, ഇൻ്റർനാഷണൽ ടാക്സേഷൻ, അങ്ങനത്തുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനി അവർ റൺ ചെയ്ത് അവരുടെ അക്കൗണ്ട്സ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്ത് സൈൻ ചെയ്താലേ അത് ഗവൺമെൻറ് വരെ അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു കമ്പനി അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ റൺ ചെയ്യണമെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സൈൻ ചെയ്ത് അപ്രൂവ് ചെയ്യണം. അതേപോലെ നമുക്കറിയാം GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ബില്ലിൽ GST കാണുന്നതാണ്. അപ്പോൾ ഇഷ്ടംപോലെ ബിസിനസ്സുകളുണ്ട്. ഈ ബിസിനസ്സെല്ലാം GST രജിസ്റ്റേർഡ് ബിസിനസ്സുകളാണ് പല ബിസിനസ്സും. അപ്പോൾ ഈ GST ബിസിനസ്സിൻ്റെയൊക്കെ റിട്ടേൺ നമുക്ക് മന്ത്ലി ഫയൽ ചെയ്യാനുള്ള റിട്ടേൺസ് ഉണ്ട്, ക്വാർട്ടർലി ഫയൽ ചെയ്യുന്ന റിട്ടേൺസ് ഉണ്ട്, ആനുവലി ഫയൽ ചെയ്യുന്ന റിട്ടേൺസ് ഉണ്ട്. നമുക്കിതിലൊക്കെ അവർക്ക് കൺസൾട്ടൻസി കൊടുക്കാം, ഈ റിട്ടേൺസ് ഒക്കെ അവർക്ക് ഫയൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. അതേപോലെ നമ്മുടെ ഇന്ത്യയുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു ഇന്ത്യൻ പൗരന് 3 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ അവർ ITR ഫയൽ ചെയ്യണമെന്നാണ്.
അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുക്കാം, അതിനകത്ത് കൺസൾട്ടൻസി കൊടുക്കാം, എങ്ങനെ ഒരു കമ്പനിയുടെ എക്സ്പെൻസ് കുറയ്ക്കാം നമുക്ക് അതിൻ്റെ കൺസൾട്ടൻസി കൊടുക്കാം, നമുക്ക് കോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ സർവീസുകൾ ഒരു പ്രാക്ടീസ് ചാർട്ടേഡ് അക്കൗണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇപ്പം നമ്മൾ കേരളത്തിൽ ജനറലി കണ്ടുവരുന്നൊരു കാര്യമാണ്, നമുക്ക് ഇവിടുന്ന് കുട്ടികളൊക്കെ വെളിയിൽ അതിനെ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് വെളിയിൽ പോകുമ്പോൾ അവർക്ക് നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ആവശ്യമുണ്ട്. ആ നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അങ്ങനെ ഇഷ്ടംപോലെ സർവീസുകളാണ് നമുക്ക് പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ CA കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷന് തുല്യമാണെങ്കിലും നമ്മൾ അതിനോടൊപ്പം കുട്ടികളെ കൊണ്ട് BCom കൂടി ചെയ്യിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സാറും BCom ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും എക്സ്ട്രാ എഫേർട്സ് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? നമുക്ക് CA ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. പക്ഷേ BCom എന്ന് പറയുന്നത് ഇപ്പം നമ്മളിവിടെ ചെയ്യിപ്പിക്കുന്നത് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയാണ്, ഇതൊരു റെക്കഗ്നൈസ്ഡ് ഡിഗ്രിയാണ്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. ഇപ്പം എനിക്ക് അറിയാം, എൻ്റെ ഒരു ഫ്രണ്ടിനൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഗൾഫ് ബേസ്ഡ് ഉള്ള കമ്പനിയായിരുന്നു. അപ്പോൾ ആ ഗൾഫ് ബേസ്ഡ് കമ്പനിക്ക് അന്ന് അവർ ചാർട്ടേഡ് അക്കൗണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുത്തത് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിൻ്റെ കൂടെ ഡിഗ്രി ഉള്ള ആൾക്കാരെയാണ്. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് അതിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്ലസ് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള സബ്ജക്ട്സ് ആണ് അറൗണ്ട് 90% സെയിം സബ്ജക്റ്റാണ് നമുക്ക് BComന് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് BComനൊക്കെ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ, ഇപ്പോൾ ഞാനൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് പഠിച്ച് കഴിഞ്ഞിട്ട് BComൻ്റെ എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ നമുക്കൊരു ക്വസ്റ്റനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് വലിയ ഒരു എഫേർട്ട് വരത്തില്ല. വളരെ കുറച്ച് സബ്ജക്ട്സ് മാത്രമേ ഹിയർ ആൻഡ് ദെയർ കുറച്ച് മാറ്റങ്ങളുള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് BCom ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ എഴുതിയപ്പോൾ ഭയങ്കര സുഖമായിട്ട് എനിക്ക് എഴുതാൻ പറ്റി. നല്ല മാർക്കോടെ പാസ്സാവാനും പറ്റി BCom. അതുപോലെ BComൻ്റെ കൂടെ തന്നെ MCom കൂടെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ഈ കോഴ്സ് തീരുമ്പോൾ നമുക്ക് CA കോഴ്സ് പാസ്സാവുന്നതിൻ്റെ കൂടെ തന്നെ BCom MCom നമുക്ക് പാസ്സാവാം. ഇപ്പോൾ CA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, CA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് ഒരു ജോബിന് പോകാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം നമ്മൾ CA ലൈഫിലോട്ട് വന്നത് നമ്മുടെ പേരിന് മുമ്പിൽ 2 അക്ഷരം കൊണ്ടുവരാനാണ് CA. ഇവൻ ദോ മാർക്കറ്റിൽ CA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ കുട്ടികൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. പല ബിസിനസ്സും പല ജോബ് ഓഫേഴ്സ് ഇടുമ്പോൾ CA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിനെ പ്രത്യേകിച്ച് വിളിക്കാറുണ്ട്. അതും നല്ല ഹൈ സാലറി ഓഫർ ചെയ്തിട്ടാണ് അവർ വിളിക്കാറുള്ളത്. കാരണം ഈ CA ഇൻ്റർമീഡിയറ്റിൽ ഇവർ പഠിക്കുന്ന സബ്ജക്ട്സ് ഒരു പ്രൊഫഷണൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ഈ 9 months ഇവർ ഈ കോഴ്സ് പഠിച്ച് ഈ എക്സാമിനേഷൻ പ്ലാൻ ചെയ്ത് അവർ പാസ്സായി കഴിയുമ്പോൾ തന്നെ അവർ പോലും അറിയാതെ അവർ ഹാഫ് പ്രൊഫഷണൽസ് ആവുകയാണ്. അപ്പോൾ അത് പല ബിസിനസ്സുകാർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ CA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ കുട്ടികൾക്ക് നല്ല ഓഫറോടെയാണ് അവർ ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ ഈ CA ആസ്പിരൻസ് ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സൂരജിൻ്റെ അഡ്വൈസുകൾ എന്തൊക്കെയാണ്? ജനറലി ഇതുപോലത്തെ കുറേ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഞാനും ഫേസ് ചെയ്യാറുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എന്നോട് കുട്ടികൾ ചോദിക്കാറുണ്ട്, സർ ഈ കോഴ്സ് ഭയങ്കര ടഫായിട്ടുള്ള കോഴ്സല്ലേ, ഈ കോഴ്സ് ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്തിട്ട് പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോയ ആൾക്കാരുണ്ട്. അതേപോലെ ഈ കോഴ്സ് നമ്മൾ ചേരുമ്പോൾ ഇന്നത്തെ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിക്കും. അങ്ങനെയുള്ള കുറേ നെഗറ്റീവ്സ് കുട്ടികളുടെ ഇടയ്ക്ക് ഉണ്ട്. പക്ഷേ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ കോഴ്സിൽ നമ്മൾ നമ്മുടെ 100% പുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ 100% എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്ലാൻ ചെയ്താണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് റിസൾട്ട് ഉറപ്പാണ്. ഞാൻ ഈ കോഴ്സ് ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ എപ്പോഴൊക്കെ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ, ഞാൻ എത്ര ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ടോ, ആ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഏകദേശം 10 വർഷമായി ഞാൻ ടീച്ചിങ് ഫീൽഡിൽ. ഈ ടീച്ചിങ് ഫീൽഡിൽ നമുക്ക് കാണുമ്പോൾ അറിയാം ഒരു കുട്ടി അവൻ 100% ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 100% എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരത്തെ തന്നെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇത്രയും ആൾക്കാർ പാസ്സാകും. കാരണം അവരുടെ എഫേർട്ട് ജെന്യുവൻ ആണ്. പക്ഷേ അത് മാത്രമല്ല, എഫേർട്ട് ജെന്യുവൻ ആകുമ്പോൾ, ഹാർഡ് വർക്ക് ജെന്യുവൻ ആകുമ്പോൾ ഇതുപോലത്തെ നെഗറ്റീവ് കാര്യം നമ്മളെ എഫക്റ്റ് ചെയ്യാറില്ല. അപ്പം ഞാൻ ഇതിന് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ അടുത്തും ആരെങ്കിലും ഇതിന് നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യമുണ്ട്, എന്തായാലും എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടായാലും ഈ നെഗറ്റീവ് എല്ലാം ഫേസ് ചെയ്തുകൊണ്ടല്ലേ ഇന്ത്യയിൽ ഇത്രയും ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനും ഫേസ് ചെയ്യും. അപ്പോൾ ഞാൻ ആ നെഗറ്റീവ്സിനെ പറ്റി ബോധർ ചെയ്യാറേയില്ല. അപ്പോൾ ഞാൻ ആ നെഗറ്റീവ്സ് അങ്ങ് ഇഗ്നോർ ചെയ്യുക. ഞാൻ എൻ്റെ ജോലി എന്ന് വെച്ചാൽ എൻ്റെ 100% എഫേർട്ട് ഇട്ടത് പഠിക്കുക, അത് മാത്രം ആണ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സൂരജ് IIT സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ, പിന്നെ ഇപ്പോൾ അവിടുത്തെ ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് ആകാൻ അവിടുത്തെ ആ ഒരു കോച്ചിങ് എത്രമാത്രം സഹായകരമായിട്ടുണ്ട്? +2 സയൻസ് കഴിഞ്ഞ് വന്ന് IIT ജോയിൻ ചെയ്തപ്പോൾ ആസ് എ സയൻസ് സ്റ്റുഡൻറ്റ് എനിക്ക് ഒരുപാട് കൺസേൺ ഉണ്ടായിരുന്നു. എങ്ങനെ കൊമേഴ്സ് ഫീൽഡിലെ ഈ കോഴ്സുകളൊക്കെ ഞാൻ പഠിച്ചെടുക്കും എന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ day 1 തൊട്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം നമ്മളെ അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി എന്ന് പറയുന്നത്
അക്കൗണ്ടിങ് എന്തിനാണ് പഠിക്കുന്നത്, അക്കൗണ്ടിൻ്റെ ഡെഫിനേഷൻ തൊട്ട് റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അതുകൂടാതെ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെയൊക്കെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഒരു 2, 3, 4 കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ പ്രശ്നം, നമ്മുടെ ഡൗട്ട് ഈ കോർഡിനേറ്റേഴ്സിനോട് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്റ്റലിൽ പോയിരുന്ന് പഠിക്കുമ്പോൾ അവിടെയും നമുക്ക് ഡൗട്ട് വരുവാണെങ്കിൽ ഫാക്കൽറ്റീസിനോട് ചോദിക്കാം. കാരണം എന്നെ രാവിലെ പഠിപ്പിച്ച ഫാക്കൽറ്റി അവിടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റേ ചെയ്യാം. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡൗട്ട് എനിക്ക് 2 ദിവസം 3 ദിവസം ഒന്നും മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അന്നന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക്കിലുള്ള ഡൗട്ട് എനിക്ക് അന്നന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, എല്ലാ ആഴ്ചയും നമ്മൾ ഒരാഴ്ച പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ ഫുൾ എക്സാം ആ ആഴ്ച അവസാനം ലാസ്റ്റ് ഡേ നമുക്ക് എക്സാമിനേഷൻ ഇടും. എക്സാമിനേഷൻ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഒരാഴ്ച ഇത്രയും പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ചതിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിയത്തില്ല. ആ എക്സാമിനേഷൻ ഇട്ട് ആ എക്സാമിനേഷൻ്റെ ആൻസേഴ്സൊക്കെ ക്ലാസ്സിൽ ഡിസ്കസും ചെയ്തിട്ടാണ് നമ്മളന്ന് പോവുക. അപ്പോൾ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം കണ്ടിന്യൂസ് പ്രാക്ടീസാണ്. അപ്പോൾ ജനറലി ഈ കോഴ്സിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ നേരെ പോയി എക്സാമിനേഷൻ എഴുതുമ്പോൾ എനിക്ക് എക്സാമിനേഷൻ ഫേസ് ചെയ്യുന്ന ഒരു ഫിയർ ഉണ്ടാവും. എനിക്ക് എക്സാമിനേഷൻ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് ചിലപ്പോൾ അറിയില്ല. പക്ഷേ ആ ഒരു പ്രശ്നം എനിക്കില്ലായിരുന്നു. കാരണം IIT കണ്ടിന്യൂസ് എല്ലാ ആഴ്ച എക്സാമിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റഡി ലീവിൽ എല്ലാ ദിവസവും എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. സ്റ്റഡി ലീവിൻ്റെ സമയത്ത് ഞാൻ പഠിച്ച സമയത്ത് എല്ലാ ദിവസവും എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും 2 തവണ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാമിനേഷൻസൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഡൗൺ ആകുമ്പോൾ മനോജ് സർ ആയിക്കോട്ടെ, അവിടുത്തെ സ്റ്റാഫ് ആയിക്കോട്ടെ, നമ്മൾ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. ആ മോട്ടിവേഷനൊക്കെ വെച്ചാണ് ഞങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. ഇപ്പം നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ജനറലി ഫേസ് ചെയ്യുന്ന കുറേ നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. ആ നെഗറ്റീവ് എക്സാമിനേഷൻ മുമ്പ് നമ്മളെല്ലാവരും IIT അസംബിളായിട്ട് നമ്മളൊരു പ്രെയറൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രെയർ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തരും. അതേപോലെ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ചെന്ന് അവിടെ എക്സാമിനേഷൻ എഴുതുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പ്രെയറൊക്കെ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അതേപോലെ മനോജ് സാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ എക്സാമിനേഷൻ നിങ്ങൾ ഇതിന് മുമ്പുള്ള എക്സാമിനേഷൻ കഴിഞ്ഞുള്ള എക്സാമിനേഷനെ പറ്റി ഒന്നും ആലോചിക്കേണ്ട, ഈ 3 മണിക്കൂർ ഡു യുവർ ബെസ്റ്റ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടും പാസ്സാവാൻ. അതേപോലെ ഇൻ്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾഷിപ്പിന് ഇപ്പോൾ എവിടെയൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് എവിടെയാണ് പോകേണ്ടത്, ഏത് ഇൻഡസ്ട്രി ആയിരിക്കും നമുക്ക് ബെസ്റ്റ്, അല്ലെങ്കിൽ ഏത് ഫേം ആയിരിക്കും നമുക്ക് ബെസ്റ്റ്, അതിൻ്റെ ഒരു ഹെൽപ്പും IIT കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഹെൽപ്പ് എനിക്ക് IIT ചെയ്തിട്ടുണ്ട് ഈ കോഴ്സ് പാസ്സാവാൻ. ഇപ്പോൾ സൂരജ് ടീച്ചിങ് ഫീൽഡിൽ 10 വർഷങ്ങൾ പിന്നിടുകയാണ്. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് ഒട്ടനവധി വിദ്യാർത്ഥികളെ നല്ലൊരു നിലയിലേക്ക് കൈപിടിച്ചു ഉയർത്താൻ സൂരജിനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഈ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഷ്ടംപോലെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഏകദേശം ഒരു വർഷം IIT ഒരു 1000 അടുപ്പിച്ച് കുട്ടികൾ CA പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ അവരുടെ ഫൗണ്ടേഷൻ ലെവലിലും ഇൻ്റർമീഡിയറ്റ് ലെവലിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ അവർക്ക് ആർട്ടിക്കിൾഷിപ്പിന് എനിക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പല ഫേമിലും. കുറേ കുട്ടികൾ എൻ്റെ ഫേമിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ടോട്ടലി എനിക്ക് പിള്ളേരുടെ ലൈഫിൽ ഒരു വലിയൊരു മേജർ റോൾ പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പല കുട്ടികളുടെയും. അവരുടെയൊക്കെ കണ്ടിന്യൂസ്ലി, കാരണം പാസ്സായിട്ട് പോയിട്ട് ഇത്രയും വർഷമായിട്ട് അവർ പല ബിസിനസ്സുകളിലും വലിയ പൊസിഷനിലേക്ക് ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും എനിക്കിപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, അന്നത്തെ കാര്യങ്ങൾ പറയാറുണ്ട്. പല സ്ഥലത്തും പോകുമ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് നമ്മളെ മീറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പറയും. സാർ അന്ന് പഠിപ്പിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ സാർ അന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പാസ്സായത്, ഞങ്ങളുടെ ലൈഫ് മാറി തന്നെ ഇതുകൊണ്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഈ 10 വർഷം കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ആദ്യ കാലങ്ങളൊക്കെ കുട്ടികൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, പക്ഷേ നമ്മളോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും അവർക്ക്. അപ്പോൾ അവർക്ക് ഒരു റെസ്പെക്റ്റോടെയാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ അവർ ഹാർഡ് വർക്കിങ്ങുമാണ്, പ്ലസ് അവരുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന ഒരു വലിയ ചേഞ്ച് എന്ന് വെച്ചാൽ അവർ ഞങ്ങളുടെ അടുത്തൊക്കെ അപ്രോച്ച് ചെയ്യുന്ന ഫ്രണ്ട്ലി നേച്ചറിലാണ്. അപ്പോൾ ഒരു ഫ്രണ്ടായിട്ട് കണ്ടിട്ടാണ് നമ്മുടെ അടുത്ത് പല ഡൗട്ടുകളും അവർ ചോദിക്കുന്നത്. അപ്പോൾ അവർ കൂടുതൽ ഫ്രീ ആയിട്ട് നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം ഒരു ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ അടുത്ത് കണ്ടിന്യൂസ്ലി ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഇപ്പോഴത്തെ വരുന്ന ബാച്ചുകളൊക്കെ അങ്ങനെയാണ്, ഇപ്പോഴത്തെ വരുന്ന കുട്ടികളൊക്കെ അങ്ങനെയാണ്. അവർക്ക് ഓരോ കാര്യങ്ങൾ ഇൻഡെപ്തായിട്ട് മനസ്സിലാവണം. അപ്പോൾ എത്ര ഇൻഡെപ്തായിട്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നോ അത്ര ഇൻഡെപ്തായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ടീച്ചിങ് ഫീൽഡ് ഇച്ചിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിവരങ്ങൾ കേട്ടല്ലോ. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വരുമാനം അല്ലെങ്കിൽ മികച്ച ശമ്പളം നേടുന്ന ഒരു കോഴ്സ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ IIT പ്രൊഫഷണൽ ക്യാമ്പസിലെ ഈ വിവിധ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു റിട്ടയർമെൻറ്റ് ഇല്ലാതെ തന്നെ ഏറ്റവും നല്ല വരുമാനം നേടുന്ന കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ ഒന്നാണിത്.
മുൻപ് ഞാൻ ഇതുപോലെ 3-4 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ധാരാളം കുട്ടികളൊന്നും ഇവിടെ പഠിച്ചു, അവർ നന്നായിട്ട് അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും ഇവിടെ ബന്ധപ്പെടാം. ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം.